ഹലോ, വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വിളക്ക് വെക്കേണ്ട ഒരു ദിവസമാണ് നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വിളക്ക് വെക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിക്കുറുമ്പി റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കലബിലെ ബഹളം നമ്മുടെ ചീവീടിൻ്റെ ആണേ. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് മഴ കുറവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലേക്ക് ഒരു 10-11 മണിയൊക്കെ കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തെങ്കിലും പിന്നെ അതിന് ശേഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ വെയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ അപേക്ഷിച്ച് കുറച്ചൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയെന്ന് പറയാം കേട്ടോ. എന്തായാലും നമ്മുടെ ആണിക്കുട്ടി റെഡി ആക്കി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അമ്പലത്തിൽ വിളക്ക് വെച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ വിളക്കൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വിളക്കെല്ലാം കഴുകി സെറ്റാക്കി കേട്ടോ ഇപ്പോൾ പോകുന്നത്. കാരണം നമ്മളിനിയിപ്പോൾ അവിടെയൊക്കെ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ കുറച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനിയോടെ വന്നിട്ട് വിളക്കൊക്കെ കഴുകി വരുമ്പോഴത്തേനും എന്നാലും ഒരുപാട് സമയമാവില്ല. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പം ഇനി എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ അവർ വന്ന് ചെറുതായിട്ട് കോടയൊക്കെ നിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കൈത്ത മുറി ഇപ്പോഴും കുഴപ്പമില്ലയെന്ന് പറയാം. കാരണം അത്യാവശ്യം ആഴമുള്ളൊരു മുറി ആയതുകൊണ്ട് തന്നെ ഞാനത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് അനഞ്ഞു കേട്ടോ. അപ്പം ഇനി അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടി. അപ്പം എന്തായാലും നമുക്ക് നേരെ പോകാം. അപ്പോൾ എൻ്റെ ആവണിക്കുട്ടിക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാം കേട്ടോ. എനിക്ക് നല്ല സുന്ദരി മലയായിട്ട് റെഡി ആയിരിക്കുന്നത് എങ്ങോട്ടാ അമ്പലത്തിലേക്ക് അല്ലേ. അപ്പോൾ അത് വേറൊന്നല്ല കേട്ടോ. അവളുടെ ഈ ഒരു ലുക്കിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഈ ഒരു ഡ്രസ്സ് അവൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ വിഷുവിൻ്റെ ഒരു ടൈമിലേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൃഷ്ണൻ്റെ രൂപത്തിലാക്കിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ അവൾ പറയും തമ്പായി ഡ്രസ്സാന്ന് പറഞ്ഞപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് അതേപോലെ ഒന്ന് ഒരുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയുള്ള ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂടി ഈ ഒരു ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് സുന്ദരിയാണോ ചോദിക്കും. ഈ കള്ളക്കണ്ണനെ കാണാൻ സുന്ദരിയാണോ ചോദിക്കും. ഇത് കള്ളക്കണ്ണനാണോ? ഇവിടെ നോക്ക് കാണട്ടെ. നാണം വന്നു തമ്പായി അടുത്ത് പോവാല്ലേ, തമ്പായി കുട്ടിയായിട്ട്. അപ്പം എന്തായാലും നമുക്ക് നേരെ പോവാം കേട്ടോ. മയിൽപ്പീലൊക്കെ കയ്യിലെടുത്തില്ല. ഓടക്കോയിട്ടാട്ടോ ചോദിച്ചത്. ആ സംഭവം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് ഭയങ്കര സംഭവം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സൗണ്ടാട്ടോ. കലബില നമ്മുടെ ടിവിയുടെ. അപ്പം നമുക്ക് എന്തായാലും ഒന്നും സമയം കളയണ്ട. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഏകദേശം എത്താറായിട്ടില്ല. അപ്പോൾ ഒന്ന് ഏകദേശം ടൈമൊന്നും നമ്മൾ സാധാരണ അപേക്ഷയിലും ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന് ചടപടിയിൽ പോയിട്ട് എല്ലാ പരിപാടിയും തുടങ്ങാം കേട്ടോ. മഴക്കാർ നല്ല രീതിയിൽ തന്നെ ഇരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം മഴ തന്നെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡൊക്കെ മൊത്തം ചെളിയായിട്ട് കിടക്കും കേട്ടോ. വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നൊക്കെ ഉണ്ട്. പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ. നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ആവണിക്കുട്ടി കാര്യമായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്നായിട്ട് അവർ നേർച്ച വീട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ രീതിയിലുള്ള എണ്ണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ അമ്പലമൊക്കെ നമ്മൾ കഴുകിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിളക്കുകളെല്ലാം തേക്കാണ്ട് അതേപോലെ തന്നെ വെള്ളം പിടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ചേട്ടപ്പിടീന്ന് അതങ്ങ് ചെയ്യാം. പിന്നെ നമ്മുടെ ഉറവിൽ നിന്ന് എടുക്കുന്ന വെള്ളം നമ്മൾ വീട്ടിലേക്കൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു പൈപ്പിൽ നിന്ന് തന്നെ കേട്ടോ ഇങ്ങോട്ടേക്കും കണക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജോയിൻറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും വെള്ളം എത്തും. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം നീരുറവിൽ നിന്ന് വരുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ. വൈകുന്നേരം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഉറവ് വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പാണ്. കാരണം വൈകുന്നേരം അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് അവളുടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വന്നത് കൊടുക്കുന്ന ഒരു പുളി പറിക്കുന്നുണ്ട്. കാരണം പുളി ആളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ പിന്നെ കയ്യത്തും ദൂരത്തുണ്ടല്ലോ കുടംപുളി ആട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ആ മുഖത്ത് ആ ഒരു പുളിയുടെ ഒരു ഭാവമൊക്കെ പ്രകടമാണ്. അപ്പോൾ ആ ഒരു പുളിമരം കാണിച്ചു കൊടുക്കാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇരുട്ടും പിന്നെ കോടയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ. എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നിറച്ചുണ്ട് കേട്ടോ. പല സൈസിലുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങി കേട്ടോ. നല്ല കാറ്റും അതുപോലെ കോടയൊക്കെ പിന്നെ കുറേയൊക്കെ കൊഴിഞ്ഞു കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടായി വരുന്ന ഒരു ടൈമിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ താഴെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഈ ഒരു പച്ചക്കളർ നന്നായിട്ട് മൂക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ യെല്ലോ കളറാട്ടോ. മൂത്ത് ഇങ്ങനെ പഴുക്കും. അങ്ങനെ പഴുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സീഡിൽ അതും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു റംബൂട്ടാൻ്റെയൊക്കെ തോല് കളഞ്ഞൊരു സംഭവം വരില്ല, ഒരു ജെല്ലി പോലെ. അപ്പോൾ ആ ഒരു സംഭവം അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. അതൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല പഴുത്തതിൻ്റെ ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കി പരിപാടി ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ വിളക്ക് തേക്കിൽ അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് നമുക്ക് പൂക്കൾ പറിക്കണം. അപ്പോൾ പൂക്കളൊക്കെ നമ്മൾ ഇവിടെ അത്യാവശ്യത്തിന് വേണ്ട ചെടികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പിടിപ്പിച്ചുകൊണ്ട് പൂക്കൾക്കും നമുക്ക് ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്പരത്തി ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ ചെമ്പരത്തിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് തെച്ചിയും അതേപോലെ ശംഖുപുഷ്പം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വിളക്ക് വയ്ക്കലിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി പ്രാർത്ഥന ഉണ്ടാവും. നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കുന്ന ടൈമിൽ കയ്യിലൊരു പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുളി നോക്കി ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതാ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്ന ഒരു കഷ്ടപ്പാടിലാട്ടോ ആൾ. അങ്ങനെ നന്നായിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് രണ്ട് സ്ഥലത്തും കൂടി തൊഴാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അധികം ഒരു പുളി എടുക്കുന്ന ആ ഒരു കഷ്ടപ്പാട്. വൈകുന്നേരം നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് രാവിലത്തേനേക്കാളും കൂടുതൽ വൈകുന്നേരങ്ങളിലാണ് അമ്പലത്തിലേക്ക് പോകാൻ കൂടുതൽ ഇഷ്ടം. കാരണം മൊത്തത്തിൽ നമ്മുടെ പ്രകൃതി ആയാലും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു രസം തന്നെയാട്ടോ. കാരണം ഒരു മനസ്സിനൊക്കെയായാലും വല്ലാത്തൊരു സമാധാനം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാട്ടോ. ഒരാളാണെങ്കിൽ ഇതാ നോക്കി, ഞാൻ കുറച്ച് പൂവെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ അതൊന്നും പോരാതെ അവൾക്ക് കയ്യിൽ ദൂരത്ത് കുറച്ച് പൂ കണ്ടപ്പോൾ അതൊന്നും വെറുതെ വിടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് എന്നെ പുറകെ വിളിക്കുന്നുണ്ടേ. അങ്ങനെ ഇതാ കൈ എത്തുന്ന ദൂരത്തുള്ള എല്ലാ പൂക്കളും ഇതാ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നെന്തായാലും ഇതാ ഇങ്ങനെയൊക്കെ ഒരുക്കി കൊടുത്താൽ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. അമ്മേ നാരായണ അത് പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് അമ്മേ നാരായണ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം അമ്മേ നാരായണയെക്കാട്ടിലും മുന്നേ ആൾക്ക് അച്ഛൻ നാരായണ ചൊല്ലാൻ കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ കന്നേട്ട നാരായണയൊക്കെ ചൊല്ലുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന കുഞ്ഞികൃഷ്ണൻ്റെ ഓരോ വികൃതികളാട്ടോ അവിടെ നടക്കുന്നത്. ഈ കുറച്ചൊക്കെ പകുതി ഇതാ കൊടുത്തിട്ടുണ്ട്, പകുതി ആൾ കയ്യിൽ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ തേനുണ്ടെന്നൊക്കെ കേട്ടോ പറയണത്. അപ്പോൾ തേനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണെങ്കിൽ ഇതാ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഉറുമ്പൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോടയും കൂടി മൂടിയപ്പോഴത്തേനും പുറത്തേക്ക് നോക്കുമ്പോൾ ചില ഭാഗങ്ങളൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ. അവന് കൂടി ചെരുപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈമും ആയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ വന്നിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി തുടങ്ങിയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയൊക്കെ കൊടുക്കും. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിൽ വിളക്കൊക്കെ വയ്ക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി നമ്മളെല്ലാം കഴുകി സെറ്റാക്കിയിട്ടാണല്ലോ ഓൾറെഡി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പിന്നെ ചെരുപ്പിടാൻ പോയപ്പോഴാണ് നമ്മുടെ ആവണിക്കുട്ടിക്ക് ഒരുപാട് സംശയങ്ങളാണ്. നമുക്ക് ചെരുപ്പിട്ടിട്ട് പോവാം. അതാ അതെ ചെരുപ്പാ ആവണിയുടെ ചെരുപ്പിട്ടേ. ആവണിക്കുട്ടിയുടെ ചെരുപ്പ്, അമ്മയുടെ ചെരുപ്പ്, അച്ഛമ്മയുടെ ചെരുപ്പ്, എല്ലാവരുടെയും ചെരുപ്പും ആരുടെയാ? ആ ശരി ശരി അറിയില്ല. ആ ശരി ശരി ആരുടെയാ? ആ ശരി ശരി വാ ചിപ്പേട്ട ചെരുപ്പിട് ബാ. ഞങ്ങളെങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ പോവാം അല്ലേ. അപ്പം നമ്മൾ തമ്പായിക്ക് നിവേദിച്ചിട്ടുള്ള എന്താ കഴിക്കണേ? പ്രസാദം കഴിക്കുക. എന്താ പഴം അല്ലേ. നമ്മൾ പഴം ആട്ടോ നിവേദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം കഴിക്കുകയാണെങ്കിൽ കോട ഇറങ്ങിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഫുള്ളൊരു പുകയാണേ. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയാലും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്താലും വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നേരെ വീട്ടിൽ പോവാം. കാറ്റ് കൊടുക്ക്, ബായ് പറ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാമെന്ന് പറ. നമ്മുടെ വീടെത്താനായി. അപ്പോൾ നോക്കി കിളികളുടെ സൗണ്ടും ചീവീരിൻ്റെ സൗണ്ടൊക്കെ കാരണം ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയണം. നല്ല രീതിയിൽ തന്നെ കല്ലത്തിൽ ബഹളമായിട്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇരുട്ടായിട്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി എന്താ പരിപാടി ഒന്ന് കാണിച്ചു തരാം. ആ പഴമായിട്ടുള്ളൊരു യുദ്ധം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ പഴം കഴിക്കുക അല്ലേ? സൂപ്പറാണോ പഴം? അതിലുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുറിയിലൊന്നും യാതൊരു വിഷയവും കാണിച്ചിട്ടാണ്. നല്ല നീളം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും കൂടിയാലും ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ടിക്കറ്റ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയുടെ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും.